2500 വർഷത്തിലേറെ പഴക്കമുള്ള ഇന്ത്യയിലെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നാണ് മധുരൈ. പ്രശസ്തമായ മധുര മീനാക്ഷി ക്ഷേത്രവും തിരുമലൈ നായക്കർ പാലസും സ്ഥിതി ചെയ്യുന്ന ഇടമാണിത്. ഇവിടത്തെ തെരുവുകൾ പഴയ കാലത്തിന്റെ ഓർമ്മകൾ സമ്മാനിക്കും. തെരുവുകൾ, കെട്ടിടങ്ങൾ, ആളുകൾ, അവരുടെ ജീവിത ശൈലികൾ ഒരുപക്ഷെ നമ്മെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഞങ്ങളിവിടെ അതിരാവിലെ തന്നെ എത്തി. ആദ്യം തന്നെ മധുരയിലെ പ്രസിദ്ധമായ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി. എത്ര മനോഹരമായാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം. 15 ഏക്കർ വിസ്തീർണമുള്ള ക്ഷേത്രം ദ്രാവിഡ വാസ്തുശൈലി കൊണ്ട് ലോകപ്രശസ്തമാണ്. 14 ഗോപുരങ്ങളുണ്ട് ക്ഷേത്രത്തിന്. അതിൽ 170 അടി ഉയരമുള്ള സൗത്ത് ഗോപുരമാണ് ഏറ്റവും ഉയരം കൂടിയത്. ഗോപുരത്തിൽ പൗരാണിക കഥാപാത്രങ്ങളുടെയും ദേവതകളുടെയും മൃഗങ്ങളുടെയും ശില്പങ്ങൾ കാണാം. ക്ഷേത്രത്തിന് 2500 വർഷം പഴക്കമുണ്ടെങ്കിലും വിവിധ രാജവംശങ്ങൾ അധിനിവേശം നടത്തിയതുകൊണ്ട് പല കാലഘട്ടത്തിൽ തകർക്കപ്പെടുകയും പുനർനിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനമായി ക്ഷേത്രം പുനർനിർമ്മിച്ചത് 17-18 നൂറ്റാണ്ടിലെ നായക രാജവംശമാണ്. അതിൽ എടുത്തു പറയേണ്ടത് തിരുമലൈ നായകരുടെ സംഭാവനയാണ്. ഇന്ന് കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിനുള്ള അദ്ദേഹത്തിന്റെ പങ്ക് വളരെയധികം വലുതാണ്. ഇവിടെ പാർവതി ദേവിയുടെ അവതാരമായ മീനാക്ഷി അമ്മയെയും ശിവന്റെ അവതാരമായ സുന്ദരേശ്വരനെയും പൂജിക്കുന്നു. ക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ക്യാമറയും ഫോണും നിരോധിക്കപ്പെട്ടതുകൊണ്ട് ക്ഷേത്രത്തിന്റെ അകങ്ങളൊന്നും ക്യാമറയിൽ പകർത്താൻ കഴിഞ്ഞില്ല. ക്ഷേത്രത്തിനുള്ളിൽ ഒരു വലിയ കുളമുണ്ട്. മാത്രമല്ല ദ്രാവിഡ വാസ്തുകലയുടെ അത്ഭുത സൃഷ്ടി എന്ന് വിശേഷിപ്പിക്കുന്ന 1000 കാൽ മണ്ഡപം ക്ഷേത്രത്തിനകത്തുണ്ട്. 1000 തൂണുകളുണ്ട് ഈ മണ്ഡപത്തിന്. ഓരോ തൂണുകളിലും സ്പർശിച്ചാൽ സംഗീത സ്വരങ്ങൾ കേൾക്കാം. എന്തൊരത്ഭുത സൃഷ്ടിയാണല്ലേ! എങ്ങനെയാണ് ഇത്തരം സൃഷ്ടികൾ പുരാതന കാലത്ത് നിർമ്മിക്കുന്നതെന്ന് നമ്മെ ആശ്ചര്യപ്പെടുത്തും. മധുരയിലെ ക്ഷേത്രത്തിനെ പോലെ തന്നെയാണ് മധുരയിലെ തെരുവുകളും. പൂക്കൾ വിൽക്കുന്ന സ്ത്രീകളും മറ്റു കച്ചവടക്കാരും നമ്മളെ പുരാതന കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു പൂ വിൽക്കുന്ന അമ്മയെ കണ്ടു. ക്യാമറയുമായി നടക്കുന്ന ഞങ്ങളെ കണ്ടപ്പോൾ എന്താ ഫോട്ടോസ് എടുക്കുവാണോ എന്ന് ചോദിച്ചു. ഞാൻ അവരെ എൻ്റെ ക്യാമറയിൽ പകർത്തി കാണിച്ചു കൊടുത്തു. അവരെന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ ചായ വേണോ? ഞാൻ പറഞ്ഞു വേണ്ട, ചായ കുടിച്ചില്ലേ, ഞങ്ങൾ മേടിച്ചു തരാം. നിങ്ങളല്ലേ അതിഥികൾ, ഞാനല്ലേ നിങ്ങൾക്ക് മേടിച്ചു തരേണ്ടത്. എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. ഞാൻ അവരോട് ഇപ്പോൾ വേണ്ട, പിന്നീട് വരുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞു. അവർ ശരിക്കും എത്ര നല്ലൊരു ആളാണല്ലേ. നല്ല പ്രായമുണ്ട് അവർക്ക്. പക്ഷേ പൂക്കച്ചവടം നടത്തി ഓരോ ദിവസത്തേക്കുള്ള ചെലവിന് നോക്കുന്നു. എന്നിട്ടും അവർ ഞങ്ങളോട് ചോദിച്ചു ചായ മേടിച്ച് തരട്ടെ എന്ന്. എത്ര നല്ല മനുഷ്യരല്ലേ. മധുരൈ ശരിക്കും കുറേ നല്ല മനുഷ്യരുള്ള നാടാണെന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. പുരാതന കാലത്തിന്റെ കളങ്കതയില്ലാത്ത സ്നേഹം എന്തോ എനിക്കിവിടെ നിന്ന് കിട്ടിയ പോലെ. ഞാൻ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊന്നും എന്നോട് ആരും ഇങ്ങനെ ചോദിച്ചിട്ടില്ല. എനിക്കത് വളരെയധികം സന്തോഷം നൽകി. ഇവിടെ നിന്ന് കുറച്ചങ്ങ് മാറിയാൽ ഒരു വലിയ നന്ദിയുടെ പ്രതിമ കണ്ടു. അതിനടുത്ത് പുരാതന നഗരത്തിന്റെ ശേഷിപ്പുകൾ കാണാം. പക്ഷെ അത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്നെനിക്ക് തോന്നി. ഷീറ്റുകളും വൃത്തിയില്ലാത്ത പരിസര പ്രദേശങ്ങളും എന്നെ വളരെയധികം സങ്കടപ്പെടുത്തി. ഗവൺമെന്റ് ഇത് ശരിക്കും സംരക്ഷിക്കേണ്ടതാണ്. പക്ഷേ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കുറച്ചങ്ങ് നടന്നപ്പോൾ ഒരു പഴം മാർക്കറ്റ് കണ്ടു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പഴം മാർക്കറ്റ്. മേൽക്കൂര ഓല കൊണ്ട് മറച്ചിരിക്കുന്നു. അതിൽ നിന്ന് സൂര്യപ്രകാശം പതിക്കുന്നു. ഇവിടെ നിറയെ പഴക്കൊലകൾ തൂക്കിയിട്ടിരിക്കുന്നു.
അതിനരികിൽ നിലത്തായിട്ട് കച്ചവടക്കാർ ഇരിക്കുന്നു. എത്ര മനോഹരമാണിതല്ലേ! പുരാതന കഥകളിലൊക്കെ എവിടെയൊക്കെയോ വായിച്ച പോലെ. ഇവിടെ കുറേ പേര് പഴം മേടിച്ചു പോകുന്നത് കാണാം. മിക്കവാറും അത് വിൽക്കാൻ വേണ്ടി വാങ്ങിക്കുന്നവരാണ്. പക്ഷെ ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ എന്തൊരു രസാണല്ലേ! ഇവിടെ നിന്ന് കുറച്ചങ്ങ് മാറിയാൽ ഉള്ളി മാർക്കറ്റ് കണ്ടു. എല്ലാവരും സാധനങ്ങൾ വിൽക്കാനും മേടിക്കാനുമുള്ള ഓട്ടത്തിലാണ്. ഇത്തരത്തിൽ ഒരുപാട് മാർക്കറ്റുകൾ ഈ സിറ്റിയിലുണ്ട്. ഇവിടെ ചില കടകളിലൊക്കെ മഞ്ഞ കളറിൽ ഉള്ള ഒരു ഉണ്ട പോലത്തെ എന്തോ ഒരു സാധനം വിൽക്കാനായി വെച്ചിരിക്കുന്നത് കണ്ടു. ഞാനത് കൗതുകത്തോടെ നോക്കി നിന്നു. എന്താണെന്നൊരു തരത്തിലും മനസ്സിലാവുന്നില്ല. അവരോട് ചോദിച്ചപ്പോൾ ചന്ദനക്കുറിയാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കെന്തോ അത് ചന്ദനം പോലെ തോന്നിയില്ല. ഇതുപോലെയാണോ ചന്ദനം കാണാൻ? ഇത്രയും മഞ്ഞ കളർ ചന്ദനത്തിനുണ്ടോ? അറിയില്ല. ഇവിടെ നിന്ന് ഞങ്ങൾ പോയത് കൈത്തറി ഗ്രാമത്തിലേക്കാണ്. ബസ്സിലാണ് യാത്ര. കുറച്ചധികം പോവാനുണ്ട്. മധുരയിലെ പെരിയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ മാറിയാണ് കൈത്തറി നഗർ എന്ന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കൈത്തറി തൊഴിൽ മാത്രം ചെയ്യുന്ന ആളുകൾ താമസിക്കുന്ന ഒരിടമാണിത്. ഏകദേശം 500 കൊല്ലം മുൻപേ ഗുജറാത്തിൽ നിന്ന് കുടിയേറ്റം ചെയ്ത സൗരാഷ്ട്ര സംസാരിക്കുന്ന ആളുകളാണ് ഇവിടുത്തുകാർ. ഇവിടുത്തെ ഓരോ വീടുകളിലും നമുക്ക് കൈത്തറി ചെയ്യുന്ന ആളുകളെ കാണാം. 17-ാം നൂറ്റാണ്ടിൽ ഭരണാധികാരിയായ തിരുമലൈ നായക രാജാവാണ് ഇവരെ മധുരയിലേക്ക് ക്ഷണിച്ചു വരുത്തിയത്. കൊട്ടാരത്തിലേക്ക് സിൽക്ക് സാരി നെയ്യുക എന്നതായിരുന്നു ആവശ്യം. ഈ കൈത്തറിയും ഗ്രാമവും പുരാതന കാലത്തിന്റെ ഇന്നും ജീവിച്ചിരിക്കുന്ന മറ്റൊരു ശേഷിപ്പ് കൂടിയാണ്. മെഷീനറി വന്നതോടെ ഇവരുടെ തൊഴിലെല്ലാം ഇല്ലാതായി. എന്നിരുന്നാലും ഇന്നും ഇവരുടെ ജീവിതമാർഗമാണ് കൈത്തറി. കുറച്ചു സമയം ഇവരോട് സംസാരിച്ചു. என் பேர் கண்ணன். நெசவுத்தொழில் தான் நெஞ்சுக்கிட்டு இருக்கோம். இது 80 வருஷமாக எங்கள் அப்பா காலத்துலேருந்து நெஞ்சுக்கிட்டே இருக்கோம். இதுக்கு அடுத்து எங்கள் அப்பா அடுத்து இப்போ அடுத்த ஜெனரேஷனுங்களில் இந்த தொழில் கிடையாது. எல்லோரும் இந்த தொழில் விட்டுட்டு வெளியே போயிட்டே இருக்காங்க. இப்போ நாங்கள் வயசானவங்க தான் நெஞ்சுக்கிட்டு இருக்கோம். எங்களோட இந்த தொழில் நெசவு தொழில் இங்கே முடிஞ்சிட்டே வந்துருக்கு. இனிமேல் இந்த தொழில் நெசவு தொழில் அபிவிருத்தி பண்ணனா இந்த சேலைலாம் நிறையா சேல்ஸு ஆகி எல்லோரும் இந்த சேலை எல்லாம் வாங்கணும். கைத்தறி சேலை அந்த சேலை வாங்கினதான் எல்லோரும் எங்களுக்கும் தொழில் ஓடும். சேலை தயார் பண்ணதுக்கு எங்களுக்கு 2 நாள் ஆகும். இந்த சேலை நெய்கிறதுக்கு, நெஞ்சு கொடுக்குறதுக்கு. இந்த சேலை டிசைன் போடணும்னா எங்களுக்கு குறைந்தபட்சம் 4 மணி நேரம் ஆகும். அந்த டிசைன் எல்லாம் போடணும்னா அந்த டிசைன் போட்டு அதை முடிக்கணும்னா 6 மணி நேரம் ஆகும். 6 மணி நேரத்துக்கு அப்புறம் தான் சேலையை நெய்ய முடியும். ஒரு சேலை நெஞ்சு கொடுத்தா எங்களுக்கு 500 ரூபா கொடுப்பாங்க கூலி. இந்த நூலில் தான் இந்த டிசைனே இருக்குது. இது டிசைன் அப்படியே போட்டுக்கிட்டே வந்து 2 பக்கம் செட் பண்ணி போட்டால் தான் இந்த டிசைனே முழு உருவமாக தெரியும். இதில் பார்க்குறதுக்கு டிசைனே தெரியாது. வெறும் சிம்பிள் நூல் மாதிரி தான் இருக்கும். இதை செட் பண்ணி போடுறதுக்கே 5 மணி நேரம் ஆகும். 2 பக்கமும் பார்த்துட்டு தான் போடணும். ஒரு பக்கம் பார்க்காம இந்த டிசைன் மட்டும் போட முடியாது. 2 பக்கம் கரெக்டான நேர்கோட்டில் வச்சு இந்த டிசைன் போட்டால் தான் இந்த டிசைன் அழகாகவும் தெரியும். அந்த பூ மாறாமல் கரெக்டாக நிற்கும். நான் 45 வருஷம் வேலை பார்க்குறேன். கைனால் நெய்கிறனால கைத்தறி சேலைன்னு சொல்லுவாங்க. இது கோடம்பாக்கம் சாரீஸ். இத்தனை நகரில் 10,000 குடும்பத்துக்கு மேலே இருக்காங்க. ஆனால் இந்த தொழில் தான் முக்கியமான தொழில். ஆனால் இந்த விலைவாசிக்கு தகுந்த மாதிரி இந்த கூலியெல்லாம் இப்போ கிடையாது. கூலியெல்லாம் ரொம்ப குறைஞ்சி தான் கொடுக்குறாங்க. ஏன்னா கைத்தறி தொழில் ரொம்ப பாதிப்பில் விசைத்தறியில் இது போடுறதுனால கைத்தறி தொழிலெலாம் இப்போ ரொம்ப தொழில் இந்த
தொழில் நசுங்கி போகிற மாதிரி இருக்குது. ഇവരുടെ കഷ്ടപ്പാടുകൾ കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഇവർ കൂലിക്കാണ് നിൽക്കുന്നത്. കോട്ടണും സിൽക്കും മറ്റു ഉടമസ്ഥർ കൊടുക്കും. ഇവർ അത് നെയ്തു കൊടുക്കും. അതിനിവർക്ക് തുച്ഛമായ ശമ്പളം മാത്രമേ ഉള്ളൂ. ആ തുക കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടികൾ മറ്റു തൊഴിൽ അന്വേഷിച്ചു പോവുകയാണെന്നും ഇവർ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. കാരണം പുരാതന കാലത്തിന്റെ ശേഷിപ്പുകൾ ഇങ്ങനെ ഇല്ലാതാവുകയാണല്ലോ എന്ന് ഓർത്തുപോയി. ഇവിടുത്തെ ആളുകൾ ഇത്രയും കഷ്ടപ്പാടിലാണെങ്കിലും അവർ ഞങ്ങളോട് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. ഞങ്ങൾ പിന്നീട് ഒരിക്കൽ കഴിക്കാൻ വരാമെന്ന് പറഞ്ഞു. അവർ അവർക്കായിട്ട് ഉച്ചത്തേക്ക് ഉണ്ടാക്കിയ ഭക്ഷണമായിരിക്കുമെന്ന് കരുതി. പക്ഷേ മധുരയിലെ ആളുകളുടെ മനസ്സ് വളരെ നല്ലതാണ്. അതിഥികളെ വളരെയധികം സ്നേഹത്തോടെ അവർ വരവേൽക്കുന്നു. ഇവരോട് പിന്നെ കാണാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. തിരിച്ച് ഓട്ടോയിലായിരുന്നു യാത്ര. മധുരയിലെത്തി തിരുമലൈ നായക്കർ പാലസിലേക്ക് പോവാമെന്ന് കരുതി. പാലസ് കാണാൻ മനോഹരമാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അകലെയാണ് തിരുമലൈ നായക്കർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. തിരുമലൈ നായക്കർ രാജാവ് പണി കഴിപ്പിച്ച ഈ പാലസ് വാസ്തുശൈലി കൊണ്ട് വേറിട്ട അനുഭവം സമ്മാനിക്കുന്നു. മധുരയിൽ പല കാലഘട്ടങ്ങളിലായി വിവിധ രാജവംശങ്ങൾ അധിനിവേശം നടത്തുകയും ഭരിക്കുകയും ചെയ്തിരുന്നു. പാണ്ഡ്യ രാജവംശത്തിൻ്റെയും ചോളന്മാരുടെയും ഡൽഹി സുൽത്താനേറ്റിൻ്റെയും വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും നായക വംശത്തിൻ്റെയും പിന്നീട് ബ്രിട്ടീഷുകാരുടെയും അധിനിവേശത്തിനും ഭരണത്തിനുമെല്ലാം മധുരൈ സാക്ഷ്യം വഹിച്ചു. ഇവിടുത്തെ മിക്ക കെട്ടിടങ്ങളിലും തകർക്കപ്പെട്ട അടയാളങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിറ്റിയിലെ തെരുവുകളിൽ ഇന്നും അവയുടെ ശേഷിപ്പുകൾ നമ്മെ അത്ഭുതപ്പെടുത്തും. അവിടെ നിന്ന് നേരെ പോയത് അഴകർ കോവിലേക്കാണ്. മധുരയിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്ററുള്ള അഴകാർ മലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് അഴകർ കോവിൽ. കോവിലിനടുത്തുള്ള പുരാതന ദ്രാവിഡ വാസ്തുശൈലി കാണാൻ പെട്ര പോലെ തോന്നി. ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ ഇന്നും കാണാൻ മനോഹരമാണ്. ഇവിടെ നിന്ന് കാണുന്ന ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് മലയുടെ മുകളിലാണ്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ അവിടേക്ക് പോവാമെന്ന് തീരുമാനിച്ച് ബസ്സിൽ കയറി. അവിടെ എത്തിയപ്പോൾ ഒരു ക്ഷേത്രം കണ്ടു. ഇതാണ് ആ ക്ഷേത്രം. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വണ്ടി കയറി. ഇപ്പോഴേക്കും നേരം വല്ലാതെ ഇരുട്ടിയിരുന്നു. മധുരൈ സന്ദർശിക്കുക എന്നത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷം തോന്നി. ഈ സിറ്റി ഒരു പ്രതീക്ഷയാണ്. ഈ തെരുവുകളിലൂടെ നടക്കുമ്പോൾ വളരെ കാലം പിന്നോട്ട് പോയ പോലെ തോന്നും. മാർക്കറ്റുകളും കൈത്തറികളും പൊളിഞ്ഞ കെട്ടിടങ്ങളും ക്ഷേത്രവും പരിസരവും എല്ലാത്തിനും നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇവിടുത്തെ പഴം മാർക്കറ്റിലെ കെട്ടിടങ്ങളും ഓലമേഞ്ഞ മേൽക്കൂരകളും വേറിട്ടൊരു അനുഭവം നൽകുന്നുണ്ട്. ഒരിക്കലും തളരാത്ത മനുഷ്യരുള്ള ഒരു പുരാതന കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് മധുരൈ. നിരവധി രാജവംശങ്ങൾ അധിനിവേശം നടത്തി തകർത്തിട്ടും തളരാത്ത ഒരു സമൂഹത്തിന്റെ തിരിച്ചുവരവിന്റെ നാടാണ് മധുരൈ. ആ പെരുമാറ്റവും സ്നേഹവും ഇന്നും ഇവിടുത്തെ ജനങ്ങളിൽ കാണാം. ഇവിടെ ജീവിച്ചു മരിച്ച രാജാക്കന്മാരുടെയും പടയാളികളുടെയും പ്രജകളുടെയും അവരുടെ ബഹളങ്ങളും അക്രമങ്ങളും സന്തോഷവും
സമാധാന നിമിഷങ്ങളും ഈ തെരുവുകൾ നമ്മെ ഓർമ്മപ്പെടുത്തും. ഒരുപക്ഷെ നാം ജീവിക്കുന്നത് പഴയ കാലത്താണെന്ന് തോന്നിപ്പോവും. ഒരു തരത്തിൽ നമുക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമാണ് ഈ തെരുവുകൾ. അതുകൊണ്ടായിരിക്കാം മധുരൈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുരാതന നഗരങ്ങളിൽ ഒന്നായി മാറുന്നതും.